ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭൂമി തന്റെ ഉടയവനെ സ്വന്തമാക്കിയ ദിവസമാണ് ക്രിസ്മസ്. ദൈവം മനുഷ്യനെ തേടിയെത്തിയ ദിവസം. മനുഷ്യരുമായി ഒരു സ്നേഹബന്ധം സ്ഥാപിക്കാനായി ദൈവം വന്നെത്തിയ ദിവസമാണ് ക്രിസ്മസ്. മനുഷ്യനാകുക എന്നാൽ പരിമിതികളില്ലാത്തവൻ പരിമിതികളിൽ ഒതുങ്ങുന്നു എന്നർത്ഥം. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ആലിംഗനം ചെയ്ത ദിവസമാണ് ക്രിസ്മസ്. മനുഷ്യൻ ദൈവമാകാൻ ആഗ്രഹിച്ചതിന്റെ പരിണത ഫലമായിരുന്നു ആദ്യ പാപം. എന്നാൽ ദൈവം മനുഷ്യനാകാൻ തീരുമാനിച്ചതിന്റെ ഫലമായിരുന്നു ക്രിസ്മസ്. ദൈവത്തിന് നമ്മോടുള്ള കരുണയും കരുതലും ഓർത്ത് അത്ഭുതപ്പെടുന്ന സമയമാണ് ക്രിസ്മസ്. ദൈവത്തിന് മനുഷ്യരോടുള്ള അതിരില്ലാത്ത സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് ക്രിസ്മസ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ ഉണ്മയുടെ പങ്കുവെപ്പലാണ് ക്രിസ്മസ്. തന്റെ സത്തയിൽ നിന്നുള്ള സത്തയും തന്റെ ഏകജാതനുമായവനെയാണ് ക്രിസ്മസിലൂടെ പിതാവായ ദൈവം നമുക്ക് നൽകിയത്. തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടി തന്റെ പുത്രനെ നൽകുവാൻ തക്കവിധം പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപപരിഹാരാർത്ഥം തന്റെ പുത്രനെ നൽകുകയും ചെയ്തു എന്നതിലാണ് ദൈവസ്നേഹത്തിന്റെ ആഴം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുക. മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി തന്നെ ദൈവം പങ്കുവെക്കുന്നു. ഇതാണ് ക്രിസ്മസ്. പങ്കുവെപ്പിന്റെ സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. പുത്രനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. കുരിശുമരണത്തോളം കീഴ്വഴങ്ങി ദൈവത്തോടുള്ള സമാനത ഉപേക്ഷിച്ച് മനുഷ്യനോട് സാധർമ്മ്യപ്പെടലാണ് പുത്രനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ്. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസനെ പോലെ എളിമപ്പെടലാണ്, മരണത്തോളം ദൈവഹിതത്തിന് കീഴ്വഴങ്ങലാണ് ക്രിസ്മസ്. എല്ലാറ്റിലുപരി തന്നെ പകുത്തു നൽകലാണ്. ക്രിസ്തുവിന്റെ ഈ മനോഭാവം നമുക്കും സ്വന്തമാക്കാം. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യവർഗത്തിന് തന്നെ നൽകലാണ്. സൃഷ്ടികർമ്മത്തിൽ രൂപരഹിതമായ ഭൂതലത്തിന്മേൽ ആവസിച്ച പരിശുദ്ധാത്മാവ് സൃഷ്ടിക്ക് കാരണമായി. ഇവിടെ കന്യകയുടെ മേലുള്ള ആവാസം നവസൃഷ്ടിക്ക് കാരണമാകുന്നു. നവമായ ഈ സൃഷ്ടി വിശുദ്ധ സൃഷ്ടിയാണ്. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് പങ്കുവെപ്പലിനോടൊപ്പം നവസൃഷ്ടി കർമ്മമാണ്, വിശുദ്ധീകരണമാണ്. പരിശുദ്ധ അമ്മ പുത്രനായ വചനത്തെ തന്റെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ച് മാംസരൂപം നൽകി. തന്റെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി. പിതാവിന്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്ന പരിശുദ്ധ അമ്മ. ക്രിസ്മസ് സ്നേഹത്തിന്റെ പങ്കുവെപ്പലാണ്. സ്നേഹത്തിന് വേണ്ടിയുള്ള സ്വയം ശൂന്യമാക്കലാണ്, എളിമപ്പെടലാണ്, ദൈവഹിതത്തോട് മരണത്തോളമുള്ള കീഴ്വഴക്കമാണ്, വിശുദ്ധീകരണമാണ്, പിതാവിന്റെ ഇഷ്ടത്തിനുള്ള പരിപൂർണ സമ്മതമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ക്രിസ്മസ്. നമ്മുടെ ജീവിതത്തിലും ഇതെല്ലാം ആയിരിക്കട്ടെ ക്രിസ്മസ്. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.